കേരളത്തിലെ മുൻ മന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും അധ്യാപകനും ഒക്കെ ആയിരുന്ന KT ജലീൽ വളരെ വേദനയോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത്. അത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു ഇത്തരം കേസുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് 2023 ജനുവരി 1 മുതൽ 2024 ജൂൺ 1 വരെ 8567 കേസ് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. അതിൽ 6436 എറണാകുളം സിറ്റിയിലും 2131 എറണാകുളം റൂറൽ ജില്ലയിലും ഇന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ മലപ്പുറത്ത് 5906 കോഴിക്കോട്ട് 5385 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം 41531 കേസുകൾ ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കേസുകളിൽ കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അദ്ദേഹം മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്നവർക്കും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ്. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ കൊണ്ടുള്ള നിയമം പാസാക്കിയ അദ്ദേഹമാണ്. അപ്പം മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വലിയ സങ്കല്പമാണ്. അവിടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പക്ഷേ എന്നിട്ടും ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ പ്രതികളാവുന്നത്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ മദ്രസ വിദ്യാഭ്യാസം വഴി ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ധാർമ്മിക ബോധവും മതപഠനവുമൊക്കെ ലഭ്യമാകുന്നു. മറിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറുപ്പകാലം മുതൽക്ക് മതവിദ്യാഭ്യാസമോ ധാർമ്മിക ബോധമോ ഒന്നും ഉണ്ടാകുന്നതിനുള്ള യാതൊരു പരിപാടികളും കാണുന്നില്ല. പക്ഷേ അവരിൽ ഈ തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ചൊടിച്ചത് നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി അവതരിപ്പിക്കുന്നവരാണ്. അവർ പറയുന്നത് ഇവിടെ കാസ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, ഒരു ക്രിസ്ത്യൻ വർഗീയ സംഘടന. അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് RSS ആണെന്നാണ്. ആ കാസയുടെ വക്താവായി മാറിയിരിക്കുന്നു KT ജലീൽ എന്നാണ്. അപ്പോൾ എനിക്ക് KT ജലീലിനോടും ഈ ഔട്ട് ഓഫ് ഫോക്കസുകാരോടും പറയാനുള്ളത്, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ ഉൾപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഒന്നാമത്തെ കാരണം, ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ നമുക്കറിയാം കൂടുതൽ കുട്ടികൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ ലൈംഗിക പീഡനങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു. ആ പിഞ്ചു പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിന് വല്ലാതെ മുറിവേൽക്കുന്നു. അത് പ്രതികാരമായി വളരും. അവൻ വളർന്നു വരുന്നതനുസരിച്ച് അതിൻ്റെ ദുഃഖവും അതിൻ്റെ പ്രതികാരവും അതിൻ്റെ കഷ്ടപ്പാടുകളുമൊക്കെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സിൽ കിടക്കും. അതവനെ കുറ്റകൃത്യം ചെയ്യിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും. നമുക്കറിയാം 2012 ഈ പോക്സോ എന്ന വകുപ്പ് കൊണ്ടുവന്ന് ഈ കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നവരെ ശിക്ഷിക്കുന്ന നിയമം വന്നത്. ആ നിയമം വന്നതോടുകൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അത് പോലീസിൽ അറിയിക്കാത്തതും കുറ്റകൃത്യമായതുകൊണ്ട് ധാരാളം കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിൽ നിന്നാണ് ഈ കൂടുതലും ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെടുന്നത് എന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മദ്രസ വിദ്യാഭ്യാസം ധാർമ്മികത പകർന്ന് നൽകുന്നതിന് പകരം കുട്ടികളിൽ മനോവേദനയും പ്രതികാരവും വളർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമതായൊരു കാര്യം, നമുക്കറിയാം മുസ്ലിം ഭവനങ്ങളിൽ, എല്ലാവരിലുമല്ല, കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ 1, 2 വളരെ അപ്രതീക്ഷിതമായിട്ടെങ്ങാനും 3 ആവുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് മാതാപിതാക്കൾക്ക് അവരെ ശ്രദ്ധിക്കാനും അവരെ പഠിപ്പിക്കാനും
അവരിൽ ധാർമ്മിക ബോധം വളർത്താനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് കുട്ടികൾ എണ്ണം കൂടിപ്പോകുന്നത് കൊണ്ട് മുസ്ലിം കുട്ടികളുടെ ഇടയിൽ ഈ ധാർമ്മികമായ ഉത്ബോധനങ്ങൾക്കോ അവരെ ശ്രദ്ധിക്കപ്പെടുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരുന്നതും അവരെ കുറ്റകൃത്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇനി വേറൊരു കാര്യം, നമ്മുടെ ഖുറാനിലെ സൂറ സുമൻ 53 39 53 വചനം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുമാത്രം തെറ്റോ കുറ്റമോ പാപകർമ്മങ്ങളോ ചെയ്താലൊന്നും കുഴപ്പമില്ല, അവസാനം അള്ളയോട് മാപ്പപേക്ഷിച്ചു കഴിഞ്ഞാൽ അള്ള ഇതെല്ലാം പൊറുക്കും എന്നുള്ളൊരു വചനമാണ്. ഇത് പല ഉസ്താദുമാരും പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരുടെ മതത്തിൻ്റെ ഒരു മെരിറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. അവർ പറയുന്നത്, കണ്ടോ, മുസ്ലിങ്ങൾക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം, എന്ത് പാപകർമ്മങ്ങളും ചെയ്യാം, ആരെയും ചതിക്കാം, എന്തും ചെയ്യാം, അള്ളയോടൊന്ന് മാപ്പ് പറഞ്ഞാൽ അവരുടെ പാപങ്ങളെല്ലാം മാപ്പിനെ അപേക്ഷിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യങ്ങളാണ്, ഉത്ബോധനങ്ങളാണ് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ കൂടുതലും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നതിന് ഇടയാകുന്നത്. അത് മതപരമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ പരിഹാരം ആ മത മേലധ്യക്ഷന്മാർ, ജലീലിനെ പോലെയുള്ള ഔട്ട് ഓഫ് ഫോക്കസിൽ പോലെ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിലേക്കുള്ളൊരു ചെറിയ എൻ്റേതായ ചിലൊരു സജഷൻ മാത്രം ഞാൻ പറയുകയാണ്. ഈ കുട്ടികളിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക, കുട്ടികളെ മാതാപിതാക്കന്മാർക്ക് ശ്രദ്ധിക്കത്തക്ക നിലവാരമുണ്ടാക്കുക, കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത് ഒഴിവാക്കുക. ഇന്ന് ഒരുവിധം വിദ്യാഭ്യാസവും വിവരവുമുള്ള നല്ല കുടുംബങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾ കുട്ടികളെ മദ്രസയിൽ വിടാത്തൊരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മദ്രസ വിദ്യാഭ്യാസം ഈ മദ്രസ ക്ലാസ്സുകൾ, പ്രൈമറി സ്കൂളുകൾ ക്ലാസ്സുകളിലേക്ക് മാറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൂട്ടർ ഇത്തരം കേസുകളിൽ ഇടപെടുന്നതിൻ്റെ സംഖ്യ കുറയ്ക്കാൻ സാധിക്കും.